ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ വീടുകളിലെ ജനലിലും അതുപോലെ തന്നെ മതിലിലൊക്കെ ഉണ്ടാകുന്ന മാറാലകളൊക്കെ എത്ര തട്ടിയാലും നമുക്ക് വീണ്ടും വീണ്ടും മാറാല കൊള്ളൂലേ. അപ്പോൾ അതൊക്കെ ഇല്ലാതാക്കാനുള്ള നമുക്കുള്ള ഒരു ടിപ്പാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനായി വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പ് കാണിച്ചു തരാം. അപ്പോൾ അതിനായി ഞാൻ ആദ്യം തന്നെ എടുക്കുന്നത് നമ്മുടെ കംഫർട്ടാണ് കേട്ടോ. കംഫർട്ടിൻ്റെ ഒരു സാഷ ഉണ്ടെങ്കിൽ അത് മതി കേട്ടോ. കംഫർട്ടിൻ്റെ ഒരു സാഷ ഞാനത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ വിനാഗിരിയാണ് കേട്ടോ. നമ്മുടെ സാധാ സിന്തറ്റിക് വിനാഗിരി. ഇനി ഇതിൽ നമ്മുടെ സിന്തറ്റിക് വിനീഗറാട്ടോ. നമുക്ക് വൈറ്റ് വിനീഗറാണ് ഏറ്റവും നല്ലത്. നമ്മൾക്ക് ഏതാ വിനീഗർ ഉള്ളത് അത് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതാ ഞാനിതൊരൽപ്പം ഇതൊക്കെ ചേർക്കുന്നുണ്ട്. ഞാൻ വേറെ ഇതിലേക്ക് മറ്റൊരു വെള്ളമോ കാര്യമോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരല്പം വെള്ളം പോലും ഞാൻ ചേർക്കുന്നില്ല. ജസ്റ്റ് വെള്ളവും നമ്മുടെ വിനാഗിരിയും ഒരല്പം കംഫർട്ടും മാത്രമാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ മിക്സിംഗ് ആണ് നമുക്ക് ആവശ്യം കേട്ടോ. നമ്മുടെ മാറാല ഏകദേശം ഒരു 3 മാസത്തോളം വരെ നമ്മുടെ വീട്ടിലേക്ക് വരാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഞാനിത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനായി ഇപ്പോൾ നല്ലൊരു പതിഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടോ. നമ്മുടെ കംഫർട്ടും വിനാഗിരിയും കൂടി ചേർന്ന സമയത്ത് തന്നെ നന്നായി ഒന്ന് പതിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാറാല തട്ടി, നമ്മുടെ എല്ലാ വീട്ടുകളിലും ഉണ്ടാകുന്ന അതുപോലെയുള്ള മാറാലയുടെ തട്ടിയിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഇതിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ സ്പ്രേ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ അതിലൊഴിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിത് ഇതുപോലെ ബോളിലൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ ഇതിലേക്കൊക്കെ ഒരല്പമായിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അതായത് ഇതുപോലെ നമ്മുടെ ഏതൊക്കെ ഭാഗങ്ങളിലാണോ മാറാല വരുന്നത് ആ ഭാഗത്തൊക്കെ നമുക്ക് ഇത് കൊണ്ടുപോയിട്ട് ഇതുപോലെ ഇതുപോലെ ഇങ്ങനെ തേച്ച് വെച്ച് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും ആ ഭാഗങ്ങളിലൊക്കെ മാറാല ഏകദേശം ഒരു 3 മാസത്തോളം നമുക്ക് വരാതിരിക്കും കേട്ടോ. നമ്മുടെ ട്യൂബിൻ്റെ ഈ സൈഡിലൊക്കെ തീർച്ചയായും മാറാല ഉണ്ടാകാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ മാറാല പോവാനും പിന്നീട് വരാതിരിക്കാനും നമുക്ക് ഈ ടിപ്പ് യൂസ്ഫുൾ ആക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ജനലിൻ്റെ സൈഡിലൊക്കെ നമുക്ക് ഇത് ഉപകരിക്കപ്പെടും കേട്ടോ. അപ്പോൾ ഇതൊക്കെ വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ അത് കണ്ട നമ്മുടെ ജനാലിൻ്റെ അവിടെയൊക്കെയുള്ള മാറാലൊക്കെ അതുപോലെ നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മാറാല ഏകദേശം ഒരു 2-3 മാസത്തോളം വരെ വരാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ്. അതിന് അധികമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. ജസ്റ്റ് നമ്മുടെ കംഫർട്ടും ഒരല്പം വിനാഗിരിയുമാണ് വേണ്ടത്. വിനാഗിരിയുടെ സ്മെല്ല് മാറാല വരാതിരിക്കാൻ നല്ലൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ അത് എല്ലാവർക്കും ഒന്ന് ചെയ്ത് നോക്കാം. ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ടിപ്പുകളുമായി കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.